Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഒരു ഇൻസ്ട്രക്ടർ ആളാണെങ്കിൽ നമ്മുടെ മഞ്ഞമുടി നർമിനോട് നിന്റെ പേരെന്താണെന്ന് ചോദിക്കും. നർമിനാണെങ്കിൽ അവന്റെ പേര് അത് പറയാണ്. അതിനുശേഷം ഇൻസ്ട്രക്ടർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ എന്തിനാ ഇവിടേക്ക് വന്നേ? കോപ്സിൽ ചേരാൻ നീ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ? അതിനവനാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, എന്റെ ഗ്രാൻഡ് പേ ആണ് ഈ കോപ്സിനെ കുറിച്ച് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്. മാത്രമല്ല ആ ടൈറ്റൻസിനെ ഇല്ലാതാക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ആ ട്രെയിനർ ആണെങ്കിൽ ഇപ്പൊ അവനെ നോക്കി പരിഹസിക്കും. ടൈറ്റന്റെ കൈകൊണ്ട് ചാവാനാണ് നിന്റെ വിധിയെന്ന് പറയും. അടുത്തായിട്ട് വേറൊരുത്തനോട് അവന്റെ പേര് ചോദിക്കും. അവനാണെങ്കിൽ തോമസ് എന്ന് പേര് പറഞ്ഞ് ട്രങ്ക്സ് നഗരത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറയും. നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ യൂസ്ലെസ് ആണെന്ന്. പോയി മര്യാദയ്ക്ക് തൊഴുത്തിൽ ചാണകം വാരാൻ പറയും. കുറച്ച് കമാൻഡേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ അവിടേക്ക് കടന്നു വരും. ഇൻസ്ട്രക്ടർ അവരോട് ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ അവർക്ക് അവരുടെ ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരികയാണ്. ഓനോ ഇതുപോലുള്ള ബ്രൂട്ടലായിട്ടുള്ള രീതിയിലൂടെയാണ് ഞാനും കടന്നുപോയത്. സത്യത്തിൽ ഇതൊരു മേയർ തന്നെയാണെന്ന് പറയും. ഇവിടെ ഇൻസ്ട്രക്ടർ ആണെങ്കിൽ ഓരോരുത്തരെയും മാനസികമായിട്ട് തളർത്തി അവരോട് ദേഷ്യപ്പെടുകയാണ്. അതന്നെ ഒരു കമാൻഡർ ആണെങ്കിൽ മറ്റൊരു കമാൻഡറിനോട് ചോദിക്കും, സത്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിന് ആ കമാൻഡർ പറയും, ഇത്തരത്തിൽ അവരെ തളർത്തിയാൽ മാത്രമേ അവരുടെ ഉള്ളിൽ വാശിയും വൈരാഗ്യവും സ്ട്രെങ്ത്തും ഒക്കെ കൂടി വരൂ. മാത്രമല്ല എല്ലാവരെയും ആ ഇൻസ്ട്രക്ടർ അപ്രകാരം ഭയപ്പെടുത്താനോ തളർത്താനോ നിൽക്കില്ല. മരണത്തിന് മുൻപിൽ ടൈറ്റൻസിന് നേർക്കുനേർ കണ്ടവരെ അദ്ദേഹം ഈ ഒരു റാഗിങ്ങിൽ ഇരയാക്കാറില്ല എന്ന് പറയും. ഇവിടെ ആ ട്രെയിനർ ആണെങ്കിൽ മറ്റൊരുത്തനോട് ചോദിക്കും, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അതിനവൻ പറയും, എനിക്ക് ഈ വലിയ വാളൊന്ന് കാണണം. മാത്രമല്ല ഓപ്സിന്റെ പോലീസ് ടീമിൽ ചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻസ്ട്രക്ടർ ആണെങ്കിൽ കലിയിളകി അവന്റെ തലയ്ക്ക് ആഞ്ഞടിക്കും. നീ ഇവിടെ നിൽക്കാൻ യോഗ്യനല്ല എന്ന് പറയും. അതിനുശേഷം മറ്റൊരുത്തനോട് നീ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കും. അതിനവൻ പറയും, എനിക്കും ആ ടൈറ്റൻസിനെ നശിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. അവറ്റകളെ ഇല്ലാതാക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് അവൻ ബൈ മിസ്റ്റേക്കിലി തെറ്റായ കൈകൊണ്ട് സല്യൂട്ട് ചെയ്യും. അത് കണ്ട് ആ ഇൻസ്ട്രക്ടർ ആണെങ്കിൽ അവന്റെ തല പിടിച്ചുയർത്തും. നിന്റെ ജീവൻ പോലും നീ ഈ കോപ്സിന് തരാം എന്ന രീതിയിലാണ് നീ ഇപ്പൊ സല്യൂട്ട് ചെയ്തത്. സോ നിന്റെ ജീവൻ അത് ഞാൻ എടുക്കട്ടെ ചോദിച്ച് അവന്റെ തല അങ്ങനെ അമർത്തും. അങ്ങനെ അദ്ദേഹമാണെങ്കിൽ അവന്റെ തല പിടിച്ച് ഞെരിക്കുമ്പോഴായിരിക്കും തൊട്ടു പുറകിലായിട്ട് ഒരു പെൺകുട്ടി എന്തോ ഒന്ന് കഴിക്കുന്ന ശബ്ദം ആൾ കേൾക്കുക. ഇൻസ്ട്രക്ടർ അങ്ങനെ ടേൺ ചെയ്ത് അവളുടെ പേര് ചോദിക്കും. അവളാണെങ്കിൽ പേര് പറഞ്ഞ് കൈകളോട് കൂടെ അവൾ തിന്നുകൊണ്ടിരുന്ന സാധനം അത് താഴ്ത്തുകയാണ്. ഇൻസ്ട്രക്ടർ ആണെങ്കിൽ അതെന്താണെന്ന് ചോദിക്കും. അതിനവള് പറയും, ഇതൊരു ബോയിൽഡ് പൊട്ടറ്റോ ആണ്, കിച്ചണിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയത്. ഇൻസ്ട്രക്ടർ ആണെങ്കിൽ ഒരുപാട് ദേഷ്യത്തോടു കൂടെ അവളോട് ചോദിക്കും, ഓ നീ ഒരു നല്ല കള്ളിയാണല്ലേ, ഈ സമയം നീ എന്തിനത് പുറത്തെടുത്തു? അതിനവള് പറയും, ചൂടോടെ കഴിച്ചാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉള്ളൂ. അവളാണെങ്കിൽ അതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് ഇൻസ്ട്രക്ടറിന് കൊടുക്കുകയാണ്. കലിയിളകിയ ഇൻസ്ട്രക്ടർ ആണെങ്കിൽ അവൾക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കും. ആ ഒരു ഗ്രൗണ്ട് മൊത്തം ഓടിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ ആൾക്കാരെല്ലാവരും അവൾ ഓടുന്നത് നോക്കും. അങ്ങനെ ഗ്രൗണ്ടിന് ചുറ്റും ഓടുന്ന അതേ സമയം തന്നെ തുടക്കത്തിലെ തോറ്റുപോയ ഒരുപാട് കുട്ടികളെ അവരെ അവിടുന്ന് അയക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടും. ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഒരുത്തനാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് ചോദിക്കും, നിന്നെക്കുറിച്ച് ഒരു കാര്യം പോലും ആ ഇൻസ്ട്രക്ടർ നിന്നോട് ചോദിച്ചില്ല, അതെന്തുകൊണ്ടാണ്? അതിന് ഹീറോ പറയും, ഞാനും അർമിന്റെ ഗ്രാമത്തിൽ നിന്നുള്ളവനാണ്. അത് കേട്ട് അവർ ഞെട്ടും. അങ്ങനെയാണെങ്കിൽ ആ ടൈറ്റനെ കണ്ടിട്ടുണ്ടാവുമല്ലേ? അതിന് ഹീറോ ആണെങ്കിൽ അതെ ഞാൻ അതിനെ കണ്ടു എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വരും. അവർക്കാണെങ്കിൽ ആ ടൈറ്റനെ കുറിച്ച് അറിയാൻ ഒരുപാട് ആകാംക്ഷയുണ്ട്. ഹീറോ ആണെങ്കിൽ വളരെ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അതിനത്ര വലിയ വലുപ്പമൊന്നുമില്ല, എങ്കിലും അതൊരു ജയന്റ് തന്നെയാണ്. പക്ഷേ അവൾക്ക് ഭയങ്കര പവറാണ്, മനുഷ്യന്മാരോട് ഭയങ്കര ആക്രാന്തമാണെന്ന് പറഞ്ഞ് അവന്റെ അമ്മയെ ആ ഒരു ടൈറ്റാൻ കടിച്ചു പറിക്കുന്ന ആ ഒരു രംഗം അവന്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അവനാണെങ്കിൽ അത് ഓർക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. ഭക്ഷണം കഴിക്കാൻ പോലും അവനെ കൊണ്ട് കഴിയില്ല. അവൻ അതെല്ലാം കൺട്രോൾ ചെയ്ത് വീണ്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ചുറ്റുമുള്ളവരെല്ലാവരും ഇപ്പൊ ഹീറോ പറയുന്ന കഥ കേട്ട് നിൽക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഒരു പയ്യനാണെങ്കിൽ അതെല്ലാം കൊണ്ടൊരു അല്പ അസൂയ തോന്നും. അവനാണെങ്കിൽ ഹീറോയുടെ പേര് വിളിച്ച് ഉറക്കെ പറയും, ഹേയ് നിന്നെപ്പോലെ ഞാനൊരു വിഡ്ഢിയല്ല, അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഞാൻ ആ കോപ്സിലെ ഒരു പോലീസ് ഓഫീസർ ആവാൻ തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടൈറ്റൻസിനെ നേരിടേണ്ട ആവശ്യമില്ല. ഞാൻ സത്യസന്ധനാണ്. ആ കാര്യങ്ങളും തുറന്നു പറഞ്ഞാണ് ഞാൻ അതിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നത്. നിന്നെപ്പോലെ ഞാൻ നിന്നെപ്പോലെയല്ല, വളരെയധികം ആലോചിച്ചാണ് ഈ തീരുമാനം എടുത്തതെന്ന് പറയും. ഉടനെ ഹീറോയും അവനും തമ്മിൽ ചെറിയൊരു തർക്കത്തിൽ ഏർപ്പെട്ട് ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവർ രണ്ടുപേരും പരസ്പരം കൈകൊടുത്ത് അവരുടെ തർക്കം അവസാനിപ്പിച്ച് അവിടുന്ന് കടന്നുപോകും. ഹീറോയുടെ തൊട്ടു പിന്നാലെ പോകുന്ന നമ്മുടെ ചുന്ദരി പെണ്ണിനെ കണ്ട് അവനാണെങ്കിൽ അവളെ തന്നെ നോക്കും. അവൻ അവളുടെ പിന്നാലെ വന്ന് അവളോട് സംസാരിക്കാനായി ശ്രമിക്കും. അവനാണെങ്കിൽ അവളോട് പറയും, നിന്നെപ്പോലൊരു പെൺകുട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നിന്റെ മുടി അത് വളരെ ഭംഗിയുണ്ട്. അതിനവൾ താങ്ക്സ് എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നുപോകും. കട്ട് ചെയ്താ ഇവിടെ ഒരുപാട് നേരം നിർത്താതെ ഓടിയ പെൺകുട്ടിയാണെങ്കിൽ തളർന്ന് താഴേക്ക് വീഴുകയാണ്. മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ അവസ്ഥ കണ്ട് അല്പം ഫുഡുമായിട്ട് അവിടേക്ക് വരും. ഫുഡിന്റെ സ്മെല്ല് കിട്ടേണ്ട താമസം അവളാണെങ്കിൽ ഒരു മോൺസ്റ്ററിനെ പോലെ ചാടി എഴുന്നേറ്റ് ആ ഫുഡ് അങ്ങനെ വാരി വലിച്ചു തിന്നും. ആ പെണ്ണാണെങ്കിൽ അതുകൊണ്ട് ഭയന്ന് നിൽക്കുമ്പോൾ മറ്റൊരു ലേഡി അവിടേക്ക് വരും. ഓ നീ ഇവളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണല്ലേ? ആ ഓടിയ പെണ്ണാണെങ്കിൽ ഫുഡൊക്കെ വാരി വലിച്ചു തിന്ന് വീണ്ടും ടയർഡായി ബോധം കെട്ട് താഴേക്ക് വീഴും. ലേഡി ആണെങ്കിൽ ഇപ്പൊ തളർന്നു വീണ പെണ്ണിനെ അങ്ങനെ ഉയർത്തിയെടുക്കും. അത് കണ്ട്
ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന മഞ്ഞമുടി പെണ്ണ്, അവളാണെങ്കിൽ വണ്ടടിച്ചാൽ ലേഡിയോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ അവളെ സഹായിക്കുന്നത്? അതിനാൽ ലേഡി പറയും, ഫ്യൂച്ചറിൽ ഇവളെ ആവശ്യമായി വന്നേക്കും, അതുകൊണ്ടാണ് ഇവളെ ഞാൻ സഹായിക്കുന്നതെന്ന് പറഞ്ഞ് അവളുമായിട്ട് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഇപ്പൊ എല്ലാവരുടെയും ട്രെയിനിങ് അത് ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും പ്രത്യേകതര റോപ്പില് അങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നെക്സ്റ്റ് ഡേ എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഇത്തവണ നടക്കാനായിട്ട് പോകുന്നത്. അവരുടെ ആ ഒരു ഇൻസ്ട്രക്ടർ ആണെങ്കിൽ കാര്യങ്ങളെല്ലാം അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇവിടെയുള്ള കമ്മോഡിറ്റീസ് അതെല്ലാം തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ആയുധങ്ങൾ തൊടുക്കാനായിട്ട് നിങ്ങൾ ഭക്തരാകേണ്ടത് എന്നിങ്ങനെ എല്ലാം തന്നെ നിശ്ചയിക്കപ്പെടുന്ന ടെസ്റ്റുകളാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇങ്ങനെ അല്പസമയം കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ ട്രെയിനിങ് അത് ആരംഭിക്കുകയാണ്. കമാൻഡോസ് ആണെങ്കിൽ ഇപ്പോൾ ട്രെയിനിങ് ചെയ്യുന്നവരെ നോക്കും. എല്ലാവരും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. ഒരാൾ മാത്രം ബാലൻസ് പോയി തലകീഴായി വീണ് കിടക്കും. അത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോ. അത് കണ്ട് എല്ലാവരും ഞെട്ടും. കാരണം ലാസ്റ്റ് നൈറ്റ് നമ്മുടെ ഹീറോ ആണ് എല്ലാവരും ഞെട്ടിച്ച് തനിക്ക് ആ കോപ്സിൽ വലിയൊരു മെമ്പർ ആവണമെന്ന് പറഞ്ഞത്. സോ ട്രെയിനിങ്ങിനെല്ലാം ശേഷം ഇപ്പൊ ആർമിനും ഹീറോയും ചുന്ദരിപ്പെണ്ണും 3 പേരും വീണ്ടും അവിടേക്ക് വന്നിരിക്കുകയാണ്. ആർമിനാണെങ്കിൽ അവന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവനെ ആ ഒരു സ്ഥലത്ത് സ്റ്റേബിളായി നിർത്തിയതിനു ശേഷം ആ ലിവർ പിടിച്ച് തിരിക്കും. പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ ഇത്തവണയും അത് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയാതെ അവൻ അങ്ങനെ കറങ്ങി അടിച്ച് മുഖം നിലത്തടിച്ച് വീഴും. പിന്നെ അവരാണെങ്കിൽ വീണ്ടും ട്രെയിനിങ് ഒക്കെ അവസാനിപ്പിച്ച് പരുക്ക് പറ്റിയ നമ്മുടെ ഹീറോയുടെ തലയിൽ ബാൻഡേജ് ഒക്കെ ഒട്ടിച്ച് ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ബാക്കിയുണ്ടായിരുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ നമ്മുടെ ഹീറോയെ നോക്കി പരിഹസിച്ച് ചിരിക്കും. ലാസ്റ്റ് ഡേ ഇവനാണ് ബമ്പൻ ഡയലോഗ് അടിച്ചത്, എന്നിട്ട് ഇവനിപ്പോ ദയനീയമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയാതെ താഴെ വീണ് പരുക്ക് പറ്റിയെന്ന് പറഞ്ഞ് അവരെല്ലാവരും കളിയാക്കും. ഹീറോ ആണെങ്കിൽ തീർത്ത് പറയും, ഒരു കാരണവശാലും ഇത് കൊടുക്കില്ല, നാളെയും ഞാൻ ട്രെയിനിങ് എടുക്കും. അത് കേട്ട് ചുന്ദരിപ്പെണ്ണാണെങ്കിൽ ഹീറോയോട് പറയും, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യരുത്, നിന്നെ കൊണ്ടത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സോ നാളെ നീ ട്രെയിനിങ് എടുക്കാൻ പാടില്ല. അത് കേട്ട് ഹീറോ ഞെട്ടും, ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ട്രെയിനിങ് എടുത്തേ പറ്റൂ. ഹീറോ ആണെങ്കിൽ തീർത്ത് പറയും, ഉറപ്പായിട്ടും ഈ ട്രെയിനിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ഹീറോയും മഞ്ഞമുടി പയ്യനും അവർ രണ്ടുപേരും ഇപ്പോ ജീന്റെയും കോണിയുടെയും അടുത്തേക്ക് വരും. അതിനുശേഷം അവരോട് സഹായം ചോദിക്കും. പക്ഷെ അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കളിയാക്കി വിടുകയാണ്. ഒരുപാട് വിഷമത്തോടു കൂടെ ഹീറോയും മഞ്ഞമുടി പയ്യനും അവർ രണ്ടുപേരും മറ്റു രണ്ടുപേരുടെ അടുത്തേക്ക് വന്ന് അവരോട് കെഞ്ചും, ദയവ് ചെയ്ത് എന്നെ കൈവിടരുത്, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കണം. സോ അതിനുവേണ്ടി എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അത് ട്രെയിനർ എന്ന് പേരുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പൊ അവരോട് ചോദിക്കും, നിങ്ങൾ ഗ്രാമത്തിലുള്ളവരല്ലേ, ഓൾറെഡി ആ ടൈറ്റൻസിനെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, നിങ്ങൾക്ക് അവറ്റകളെ കാണുമ്പോൾ തന്നെ ഒരുപാട് ഭയമൊക്കെ തോന്നിയിട്ടില്ലേ? ഞങ്ങൾ ആ ടൈറ്റൻസിനെ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഈ ടീമിൽ ചേരാൻ തയ്യാറായത്. ടൈറ്റൻസിനെ ഇത്രയധികം അടുത്ത് കണ്ടിട്ടും അവറ്റകളുടെ ആ മോൺസ്റ്റർ സ്വഭാവം മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ഇതിലേക്ക് വന്നത് എനിക്ക് അത്ഭുതം തോന്നും. അത് കേട്ട് ഹീറോ പറയും, ടൈറ്റൻസിനോട് എനിക്ക് ഭയമല്ല, അവറ്റകളെ ഇല്ലാതാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ആ ടൈറ്റൻസ് ഇല്ലാതാക്കി. ഇതിരിക്കട്ടെ, നിങ്ങൾ എവിടുന്നാണെന്ന് ഇപ്പൊ ഹീറോ ചോദിക്കും. അതിന് അവര് പറയും, ഞങ്ങൾ വാൽമരയുടെ ആ തെക്ക് ഭാഗത്താണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. അപ്പൊ നിങ്ങളും ടൈറ്റൻസിനെ കണ്ടിട്ടില്ലേ? ഇതിന് അവര് പറയും, ഞങ്ങളും കണ്ടു. ഇൻഫർമേഷൻ ഞങ്ങളിലേക്ക് എത്താൻ ഒരുപാട് ലേറ്റായി പോയി. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ അവരങ്ങനെ വീടിന്റെ ഡോറ് അത് തുറന്നു നോക്കുമ്പോൾ മുന്നിലായിട്ട് ആ വലിയ ടൈറ്റനെ കാണുകയാണ്. അതിന് കാണേണ്ട താമസം അവർ ഷോക്കാവും. ഇതിനുശേഷം പിന്നെ എന്താ നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പോ ഇവിടെയാണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും ഹാപ്പി ആയിട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാണ്. അതേസമയം നമ്മുടെ ആൾക്കാർ 4 പേരും ചേർന്ന് ഏതോ ഒരു ഭാഗം ലക്ഷ്യമാക്കി അവിടുന്ന് അങ്ങനെ കടന്നു പോവാണ്. ഏതോ ഒരു സ്ഥലം ലക്ഷ്യമാക്കി അവരങ്ങനെ കടന്നു പോവാണ്. അവർ രണ്ടുപേരും ഹീറോയോട് ചോദിക്കും, നിനക്ക് ആ ഒരു കോപ്സിൽ ചേരാനായിട്ട് ഭയം തോന്നില്ലേ? അതിന് ഹീറോ പറയും, എനിക്ക് ഭയമല്ല, എനിക്ക് സർവേ കോപ്സിൽ ചേരാനായിട്ട് ഒരുപാട് ആഗ്രഹമാണ്. ആ ടൈറ്റൻസിനെ എല്ലാം തന്നെ എന്റെ കൈകൊണ്ട് ഇല്ലാതാക്കാനാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. അവരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഇപ്പം മലഞ്ചെരുവിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവരങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. നെക്സ്റ്റ് ഡേ വീണ്ടും ട്രെയിനിങ് ആരംഭിക്കും. ഹീറോ ആണെങ്കിൽ ആദ്യമൊക്കെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും കൈയടിച്ച് അവന് കട്ട സപ്പോർട്ട് കൊടുക്കും. പക്ഷെ അടുത്ത നിമിഷം വീണ്ടും അവൻ തലകുത്തനെ താഴേക്ക് അടിച്ചു വീഴുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുപാട് ഡിസപ്പോയിന്റഡ് ആയിട്ട് നിൽക്കും. ഹീറോ ആണെങ്കിൽ ഒരു ചാൻസ് കൂടെ തരുമോ എന്ന് റിക്വസ്റ്റ് ചെയ്യും. ഉടനെ ട്രെയിനർ അവനെ താഴെ ഇറക്കാൻ പറഞ്ഞ് അവന്റെ ബെൽറ്റ് ചേഞ്ച് ചെയ്ത് മറ്റൊരു പുതിയ ബെൽറ്റ് കൊടുക്കുകയാണ്. ആ ഒരു ബെൽറ്റ് കിട്ടിയതോടുകൂടെ ഹീറോ കറക്റ്റായിട്ട് ഇപ്പൊ ബാലൻസ് ചെയ്ത് നിൽക്കും. ട്രെയിനർ ആണെങ്കിൽ ആ ബെൽറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കും. ഇതിലെ മെറ്റൽ പാർട്സ് അത് തകർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് നിനക്ക് ബാലൻസ് ചെയ്യാൻ കഴിയാഞ്ഞത്. നമ്മുടെ ഹീറോ എറിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. ട്രെയിനർ ആണെങ്കിൽ അവനെ തന്നെ തുറച്ചു നോക്കും. അതിനുശേഷം അവർ വീണ്ടും അടുത്ത ട്രെയിനിങ്ങിന് വേണ്ടി കാട്ടിലേക്ക് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.